ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ജൂലൈ മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകയിര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽപ്പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലം പറയുന്നതിന് മുമ്പ് ജൂലൈ മാസത്തിൽ ഈ കൂറുകാരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമായിട്ടുള്ള ബുധൻ 2-ൽ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ 16-ന് ജന്മരാശിയിൽ നിന്നും 2-ലേക്ക് രാശി മാറുന്നു. ചൊവ്വയാണെങ്കിൽ 3-ൽ സ്ഥിതി ചെയ്യുന്നു. 28 മുതൽ ആ ചൊവ്വ 4-ലേക്ക് രാശി മാറുന്നു. ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ ലഗ്നരാശിയിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 12-ൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ, ആ 12-ൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ 26-ന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു. ശനി കർമ്മസ്ഥാനത്തുണ്ട്. 13 മുതൽ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. രാഹു 9-ലും കേതു 3-ലും സ്ഥിതി തുടരുന്ന സമയമാണ്. ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി ജൂലൈ മാസത്തിൽ എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ബുധൻ, ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധൻ 2-ൽ നിൽക്കുന്നു. 18 മുതൽ ആ ബുധന് വക്രസ്ഥിതിയും വരുന്നുണ്ട്. അതുപോലെ 12-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12-ൽ നിൽക്കുന്ന സമയമാണ്. അത് വിപരീത രാജയോഗ അവസ്ഥയാണ്. 16 മുതൽ സൂര്യൻ 2-ലേക്ക് രാശി മാറുന്നു. അപ്പോൾ ചിലർക്ക് ദന്തസംബന്ധമായോ കാഴ്ച സംബന്ധമായോ ചെറിയ പ്രശ്നങ്ങൾ മാസത്തിൻ്റെ അവസാന പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അത് അവസാനത്തെ പകുതിയിൽ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ജന്മരാശ്യാധിപൻ ബുധൻ വക്രത്തിലും കൂടെ വരികയാണ് 18 മുതൽ. അപ്പോൾ ജന്മരാശ്യാധിപൻ വക്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇമ്മ്യൂണിറ്റി കുറവ് ഒക്കെ ചിലപ്പോൾ അനുഭവപ്പെടാം. ചെറിയ ENT സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ക്ലേശങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാം. അതുപോലെ നമുക്ക് അമിതമായിട്ടുള്ള ചിന്ത, അതൊക്കെ ചിലപ്പോൾ മാനസികമായിട്ട് ഒരു സ്ട്രെസ് ചിലപ്പോൾ നമുക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 8ാം ഭാവാധിപനായിട്ടുള്ള ശനി 10-ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ 6ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ൽ നിൽക്കുന്നു. അപ്പോൾ അത് നമുക്ക് പിതാവിനോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഉണ്ടാക്കിയെന്ന് വരാം. അവിടെ നമ്മൾ ഒരു ജാഗ്രത വേണം. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു, ആ ഗുരു ജന്മരാശിയിലുണ്ട്. അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനിയാണെങ്കിൽ 10-ൽ സഞ്ചരിക്കുന്നു. 13 മുതൽ ആ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ തൊഴിലിൽ ചിലർക്ക് പ്രത്യേകിച്ച് ഈ ശനി 8ാം ഭാവാധിപതിയും കൂടെ ആണ് എന്നുള്ളത് കൊണ്ട് 8ാം ഭാവാധിപതിയായിട്ടുള്ള ശനി 10-ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഒരു മാറ്റം, സഡനായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ, ഇതിന് സാധ്യത കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ദൂരയാത്ര, ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു. 10-ൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ആ 13 മുതൽ, അതായത് ആദ്യ പകുതി കഴിയുമ്പോൾ നമ്മൾ അല്പം ആ തൊഴിലിടത്ത് ഒരു ശ്രദ്ധ കൂട്ടേണ്ടുന്ന സമയമാണ്. നമ്മുടെ ചുമതലകളെ പറ്റിയൊക്കെ ഒരു പുനർവിചിന്തനം നമുക്ക് വേണ്ടി വരുന്ന സമയമാണ്. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളൊക്കെ വരും, എങ്കിലും അത് ചിലപ്പോൾ നമുക്ക് അനുകൂലമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ 10-ൽ നിൽക്കുന്ന ശനി വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവസാനത്തെ പകുതി നമുക്ക് ഈ തൊഴിലിലൊരു കോൺസെൻട്രേഷൻ കൂട്ടേണ്ടുന്ന സമയമാണ്. തൊഴിലിടത്ത് ചില വെല്ലുവിളികൾ ചിലപ്പോൾ നമ്മൾക്ക് ആ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഒരു കെയർ വേണം. അതുപോലെ അതേസമയം നമുക്ക് ഒരു ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും തരണം ചെയ്യാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി
വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു പ്രയാസകം ആകില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ അവർക്ക് കുറച്ച് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ആ 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശി നിൽക്കുന്നത് ആ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും പൊതുവെ ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജന്മരാശിയിൽ ഉണ്ട് ആദ്യത്തെ പകുതി. ആ സൂര്യനും ഗുരുവൊക്കെ 7ാം ഭാവാധിപൻ 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു, 3ാം ഭാവാധിപനും 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ബിസിനസ്സിൽ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വരുമാനം കൂടും, ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുണ്ട്. പൊതുവെ ഗുണാനുഭവം ബിസിനസ്സിൽ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനമൊക്കെ എടുക്കുന്നവർ അല്പം ശ്രദ്ധിക്കണം. കാരണം ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധന് വക്രസ്ഥിതി വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമുക്ക് സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ ഭാഗത്ത് കൂടുതൽ ക്ഷമയൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ അറിയുക. ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അവർക്ക് ഗുണാനുഭവം കൂടും. വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 2ലുണ്ട്, നേർസഞ്ചാരത്തിലാണ്. ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിലുണ്ട്. അതുപോലെ സൂര്യനും ജന്മരാശിയിലുണ്ട്. അതുപോലെ 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12ലായതുകൊണ്ട് കഴിവതും നമ്മൾ ഈ അതർ ആക്ടിവിറ്റീസിലൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ അത്തരം പ്രവർത്തനങ്ങൾ അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കാരണം 5ാം ഭാവാധിപൻ 12 നിൽക്കുന്ന സമയമാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സ്ഥായിയായിട്ടുള്ള അധ്വാനം പരിശ്രമമൊക്കെ നടത്തുകയാണെങ്കിൽ അവരുടെ വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പഠനത്തിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അവസാനത്തെ പകുതി ഈ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ വരുന്നത് കൊണ്ട് പഠനത്തിൽ ഒരു ഉദാസീനത, ഒരു ആലസ്യമൊക്കെ ചിലപ്പം വന്നു എന്ന് വരാം. അതുപോലെ പഠന സംബന്ധമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും അവിടെ ഒരു കരുതൽ വേണം. പ്രത്യേകിച്ച് ആ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു നല്ല ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് നമുക്ക് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു കരുതൽ വേണം. കാരണം ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു 18 മുതൽ. അപ്പോൾ ഉന്നത പഠനത്തിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. അതുപോലെ ഗവേഷണ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഈ 9ലെ രാഹുവും ആ 9ലേക്കുള്ള ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ തന്നെ ഗുണം ചെയ്യും. അവർക്ക് വിദേശത്ത് അഡ്മിഷനൊക്കെ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പൊതുവെ ധനാഗമം ഉണ്ടാകാവുന്ന മാസമാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സാമ്പത്തിക ഒരു മുന്നേറ്റം ഉണ്ടാകണമെന്നില്ല. വരവിനേക്കാൾ ചെലവ് കൂടുന്ന സമയമായിട്ട് നമ്മൾ കാണണം. കാരണം ശുക്രൻ 12ാം ഭാവാധിപനായിട്ട് 12ൽ തന്നെ നിൽക്കുകയാണ്. അതുമാത്രമല്ല 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ് 12 നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് സുഖച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, യാത്രാ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്, പഠനവുമായി ബന്ധപ്പെട്ട ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സന്താനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവ് കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീടോ വാഹനമോ അവയൊക്കെ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ പുതിയ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക വഴിയോ ഒക്കെ തന്നെ ചിലവ് കൂടാൻ സാധ്യതയുള്ള മാസമായിട്ടും കൂടെ നമ്മൾ ജൂലൈ മാസത്തെ കാണണം. കഴിവതും മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. പ്രത്യേകിച്ച് നഷ്ടസാധ്യതയുള്ള ട്രാൻസാക്ഷനൊക്കെ നമ്മൾ ഒഴിവാക്കണം. റിസ്കി ആയിട്ടുള്ള സംരംഭങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. അവസാനത്തെ വാരമൊക്കെ ആ ശുക്രൻ ജന്മരാശിയിൽ വരുന്നുണ്ട്. അപ്പോൾ ജന്മരാശിയിൽ ഗുരുവും ആ ശുക്രനുമായിട്ടൊക്കെയുള്ളൊരു യോഗം പ്രത്യേകിച്ച് 26 മുതൽ വരുന്നുണ്ട്. അത് ലക്ഷ്മി നാരായണ യോഗാവസ്ഥയാണ്. അത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം.
ഇപ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ നിൽക്കുകയാണ്. ആ ഗുരു 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പം വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അവർക്ക് പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതി ഗുണാനുഭവം കൂടും എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സന്തോഷകരമായ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടാകും. ഗുരുദൃഷ്ടിയൊക്കെ 5ലുണ്ട്. അപ്പോൾ ഈ കമിതാക്കൾക്ക് ചിലപ്പോൾ ദൂരയാത്രകൾ, ടൂറ്, ഇതൊക്കെ ചിലപ്പം അവർക്കിടയിൽ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ധനച്ചെലവൊക്കെ അവരുടെ ഭാഗത്ത് ഉണ്ടാകാം. അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ 5ലുള്ള സമയമൊക്കെയാണ്. അപ്പോൾ ചിലർക്ക് ദൂരസ്ഥലത്തോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ ഉള്ള വ്യക്തിയുമായിട്ടൊക്കെ ഈ പ്രണയബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 12 നിൽക്കുന്ന സമയവും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കമിതാക്കൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ദാമ്പത്യ ബന്ധവും പൊതുവെ സന്തോഷകരമാകും. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ആ ഗുരു 7 തന്നെ നോക്കുന്ന സമയമാണ്. അത് ഗുണം ചെയ്യും. അതേസമയം 7ലേക്ക് സൂര്യൻ്റെ ദൃഷ്ടി ഉണ്ട് ആദ്യത്തെ 2 വാരം, അതായത് 15ാം തീയതി വരെ. അപ്പോൾ അത് ചിലപ്പോൾ ഈ സന്തോഷകരമായ ദാമ്പത്യ ബന്ധമാണെങ്കിലും ഇടയ്ക്ക് ചിലപ്പോൾ ഈഗോ ഇഷ്യൂസ് ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവയിൽ ഒരു കരുതൽ വേണം. അതുപോലെ ദമ്പതിമാർക്ക് ദൂരയാത്രകൾ, ചിലപ്പോൾ അവർക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള ഐറ്റങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം. അതുപോലെ ആത്മീയ ചിന്തയും അവരുടെ ഭാഗത്ത് ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആത്മീയ ചിന്തയൊക്കെ ദമ്പതിമാർക്കൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവെ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു 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 ദാമ്പത്യ ബന്ധം അവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ആദ്യ പകുതിയെ വലിയ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കുക. കുടുംബത്തിൽ സന്തോഷം, സുഖമൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ്. അതേസമയം ഈ ജൂലൈ 10 മുതൽ ഈ ചൊവ്വ കേതുവുമായിട്ടൊക്കെ ഒരു യോഗം ആ 3-ൽ വരുന്നുണ്ട്. അതുപോലെ 4ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ, സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ 2ാം ഭാവരാശിയിൽ 18 മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് പൊതുവെ കുടുംബത്തിൽ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ കുടുംബ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നിസ്സാര കാര്യങ്ങൾക്കായിട്ട് പിടിവാശിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ ഭിന്നതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ 3ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12ലേക്കാണ് അവസാനത്തെ പകുതി രാശി മാറുന്നത്. അപ്പോൾ അതൊക്കെ പൊതുവെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ അതുപോലെ ഒക്കെ ഒരു അവർക്കിടയിൽ അല്ലെങ്കിൽ ബന്ധുക്കൾക്കിടയിൽ ഒക്കെ ഒരു പോരായ്മ, ഒരു കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ജൂലൈ 7, 8, 12, 13, 20, 21 ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളല്ല. പൊതുവെ ഈ ദിവസങ്ങളിൽ അവർക്ക് ഗുണാനുഭവം കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ കഴിവതും ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ, പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് പുതിയ എന്തെങ്കിലും തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മിഥുന കൂറുകാരുടെയും അതുപോലെ മിഥുന ലഗ്നക്കാരുടെ ഏത് രാശികളിൽ ജനിച്ചവരായാലും ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർ മിഥുന ലഗ്നക്കാരാണെങ്കിൽ മിഥുന ലഗ്നക്കാർക്കും മിഥുന കൂറുകാർക്കുമുള്ള ഒരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. പക്ഷേ മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ, മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും. ഇപ്പോൾ കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അതേസമയം ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശി വ്യത്യസ്തപ്പെടുന്നതാണെങ്കിൽ, വ്യത്യസ്ത ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജൂലൈ മാസത്തെ
പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ കൂറിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഗുണപരമായിരിക്കും. പക്ഷെ അവരുടെ ലഗ്നരാശി ചിലപ്പോൾ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്ന ലഗ്നരാശിയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലാനുഭവം കുറയാൻ സാധ്യത. അതുകൊണ്ട് ലഗ്നവും കൂറും കമ്പൈൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. പൊതുവെ മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന ദശ അപകാരം, അതുപോലെ ഛിദ്രം, അതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.